ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി താൻ സത്യവാങ്മൂലം നൽകിയിട്ടില്ല. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. യുവതീ പ്രവേശന വിധി അടിച്ചേൽപ്പിക്കുന്നതിനോട് തനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് സത്യവാങ്മൂലം നൽകിയത്. LDF-ലെ ആരും സുപ്രീം കോടതിയിൽ യുവതീ പ്രവേശനത്തിനായി കേസുമായി പോയിട്ടില്ലെന്നും എ പത്മകുമാർ പറഞ്ഞു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കേൾക്കാം. ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തി പോകണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇപ്പോൾ ചില ആൾക്കാർ തെറ്റിദ്ധാരണയോടുകൂടി പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ പ്രസിഡന്റായിരുന്ന കാലത്ത് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ കാലത്ത് അങ്ങനെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല. അത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന കാലത്ത് കൊടുത്ത അഫിഡവിറ്റാണ്. കാരണം രണ്ടാമത് ഞങ്ങൾ കൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ അന്ന് നേരത്തെ കൊടുത്ത അഫിഡവിറ്റ് ഉണ്ടല്ലോ എന്നുള്ള ഒരു നിലയാണ് അന്ന് സ്വീകരിക്കപ്പെട്ടത്. ഞാൻ ഇന്നലെ ഈ പ്രശ്നം കേട്ടപ്പോൾ തന്നെ വിളിച്ചന്വേഷിച്ചിരുന്നു. നമ്മളന്ന് അവസാന ഘട്ടത്തിലാണ് സുപ്രീം കോടതിയിൽ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുമ്പോൾ ഞങ്ങളപ്പോൾ ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾക്ക് സാവകാശം ഉണ്ടാവണം. കാരണം ഇതുപോലൊരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അവിടെ അങ്ങനെ ഒരു വിധി അടിച്ചേൽപ്പിക്കുന്നതിനോട് വ്യക്തിപരമായിട്ടും അല്ലാതെയും എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ സാവകാശ ഹർജിയാണ് ഞങ്ങളന്ന് സമർപ്പിച്ചത്. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറയുന്നത് അങ്ങനൊരു സത്യവാങ്മൂലം താൻ സമർപ്പിച്ചിട്ടില്ല എന്നാണ്. മാത്രമല്ല, അടിച്ചേൽപ്പിക്കുന്നതിനോട് സുപ്രീം കോടതി വിധി വളരെ പെട്ടെന്ന് നടപ്പാക്കി അടിച്ചേൽപ്പിക്കുന്നതിനോട് തനിക്കും യോജിപ്പുണ്ടായിരുന്നില്ല എന്നാണ്. എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത് പ്രവീൺ പുരുഷോത്തമൻ? അരുൺ, എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് സുപ്രീം കോടതിയുടെ ആ നിർണായകമായിട്ടുള്ള യുവതി പ്രവേശന വിധി വന്നത്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളൊന്നും മലയാളികൾ മറന്നിരിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ഏതായാലും എ പത്മകുമാർ അന്നത്തെ കാര്യം ഓർമ്മിച്ചെടുക്കുകയാണ്. അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞ ഒരു കാര്യം, യുവതി പ്രവേശനത്തിന് അനുകൂലമായിട്ട് ഒരു സത്യവാങ്മൂലം താൻ ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നൽകിയിട്ടില്ല. അത് മുൻ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നൽകിയ സത്യവാങ്മൂലമാണ്. ഇതിൽ ഒരു ഈ സുപ്രീം കോടതി വിധി അടിച്ചേൽപ്പിക്കുന്നതിനോട് തനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അത് തന്നെയായിരുന്നു തന്റെ നിലപാടെന്നും എ പത്മകുമാർ കൃത്യമായി പറയുന്നു. മറ്റൊന്ന്, അന്ന് ഇടതുപക്ഷ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നിരുന്നു. അക്കാര്യത്തിലും ചില കാര്യങ്ങളൊക്കെ എ പത്മകുമാർ പറയുന്നുണ്ട്. പ്രധാനമായും എ പത്മകുമാറിന്റെ രണ്ട് വാചകങ്ങൾ അന്ന് വളരെ വിവാദമുണ്ടാക്കിയിരുന്നു. ഈ സുപ്രീം കോടതി യുവതി പ്രവേശന വിധി പ്രസ്താവിച്ചതിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ പറഞ്ഞത് തന്റെ വീട്ടിൽ നിന്ന് സ്ത്രീകളാരും ശബരിമലയ്ക്ക് പോകില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു വാർത്തകളാണ് അന്ന് മാധ്യമങ്ങളിൽ വന്നിരുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം അത് തിരുത്തി പറയുന്നു. താൻ അന്ന് പറഞ്ഞത് അങ്ങനെയായിരുന്നില്ല. തന്റെ വീട്ടിൽ നിന്ന് ആരും സ്ത്രീകൾ ശബരിമലയ്ക്ക് പോകാറില്ല എന്ന അർത്ഥത്തിലാണ് താൻ അന്ന് പറഞ്ഞത്. ആ വാചകങ്ങൾ വളച്ചൊടിച്ചു എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചും എ പത്മകുമാർ പറയുന്നുണ്ട്. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ LDF സർക്കാർ എടുത്ത തീരുമാനങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പല കോണുകളിൽ നിന്നും അന്ന് വിമർശിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പിണറായി വിജയൻ അനുകൂലിച്ചുകൊണ്ട് പറയുന്നത്, സത്യപ്രതിജ്ഞ ചെയ്ത കാര്യങ്ങൾ എല്ലായ്പ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഓർമ്മിപ്പിക്കുമായിരുന്നു. അതായത് ഭരണഘടനാപരമായിട്ടുള്ള സത്യപ്രതിജ്ഞാ വാചകത്തിന് പുറമെ താനൊരു ഹൈന്ദവ വിശ്വാസിയാണെന്നും ഹൈന്ദവ ആചാരങ്ങൾ പാലിച്ചു കൊള്ളാമെന്നും ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതല ഏൽക്കുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട്. ആ വാചകങ്ങൾ എപ്പോഴും ഓർക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ താനിന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഓർമ്മിപ്പിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നെങ്കിലും സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അന്ന് ആ വിധി നടപ്പാക്കുന്നതിന് തങ്ങൾക്ക് നിർബന്ധിതരാകേണ്ടി വന്നു എന്ന അർത്ഥത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. വിവരങ്ങൾ നൽകിയത്.